ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രയാഗരാജിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കാൻ പോയിരുന്നു. 3 ദിവസം അവിടെ താമസിക്കുകയും ത്രിവേണി സംഗമത്തിലും അതുപോലെ തന്നെ ഗംഗാതീരത്തും സ്നാനം നടത്തുകയും ചെയ്തിരുന്നു. അതിൻ്റെ അനുഭവത്തിൽ ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ തന്നെ പോകാൻ തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി ഒരു ഉപകാരപ്രദമായിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കേരളത്തിൽ നിന്നും കുംഭമേള നടക്കുന്ന പ്രയാഗരാജിലേക്ക് എളുപ്പത്തിൽ ട്രെയിൻ മാർഗം എങ്ങനെ എത്തിച്ചേരാം എന്നുള്ളതും അതുപോലെ തന്നെ അവിടെ താമസ സൗകര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്, ഭക്ഷണ സൗകര്യം എങ്ങനെയൊക്കെയാണ് എന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ നിന്നും ഇപ്പോൾ കുംഭമേള നടക്കുന്ന പ്രയാഗരാജിലേക്ക് എത്തിച്ചേരാൻ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഓടുന്ന പാറ്റ്ന എക്സ്പ്രസ് മാത്രമാണ് നിലവിലുള്ളത്. കൂടാതെ സ്പെഷ്യൽ ട്രെയിനുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും അത് എല്ലാ ദിവസവും നിലവിലില്ല. അതുകൊണ്ട് കേരളത്തിൽ നിന്നും പോകുന്ന ഡൽഹി ട്രെയിനുകൾ കയറി അവിടെ നിന്നും പ്രയാഗരാജിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. എല്ലാ ദിവസവും കേരളത്തിൽ നിന്നും ഡൽഹിക്ക് പുറപ്പെടുന്ന കേരള എക്സ്പ്രസ് അതുപോലെ മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ്സിൽ കയറി കഴിഞ്ഞാൽ നേരെ ഝാൻസിയിൽ ഇറങ്ങി അവിടെ നിന്നും നിരവധി ട്രെയിനുകൾ പ്രയാഗരാജിലേക്കുണ്ട്. അതുകൂടാതെ ബോംബെ വഴി പോകുന്ന നിസാമുദ്ദീൻ തുടങ്ങിയ ട്രെയിനുകൾ കയറി കഴിഞ്ഞാൽ മധുരയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും നേരെ ആഗ്ര ഫോർട്ടിലേക്ക് എത്തിച്ചേരണം. അവിടെ നിന്നും ധാരാളം ട്രെയിനുകളുണ്ട്. കൂടാതെ സ്പെഷ്യൽ ട്രെയിനുകൾ നിരവധിയുണ്ട്. അങ്ങനെ നമുക്ക് പ്രയാഗരാജിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാവുന്നതാണ്. ട്രെയിനുകളിലൊക്കെ നല്ല തിരക്കാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലും നല്ല ജനത്തിരക്കുണ്ടായിരുന്നു. അവിടെയെല്ലാം തന്നെ പോലീസും പട്ടാളവുമൊക്കെ നിയന്ത്രിക്കാനായിട്ട് ധാരാളമുണ്ട്. അതുകൊണ്ട് നമ്മൾ തിരക്കുകളിൽ നിന്നും പെടാതെ ഒഴിഞ്ഞു മാറി സമാധാനമായിട്ട് പോവുക എന്നുള്ളതാണ്. പ്രയാഗരാജ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 8 കിലോമീറ്ററാണ് കുംഭമേള നഗരിയിലേക്കുള്ളത്. ഏകദേശം 15 കിലോമീറ്റർ നീളത്തിൽ ഗംഗയുടെ ഇരുവശങ്ങളിലുമുള്ള മണൽപ്പരപ്പിലായിട്ടാണ് ഈ കുംഭമേള നഗരി ഒരുക്കിയിട്ടുള്ളത്. 25ഓളം സെക്ടറുകളായിട്ടാണ് ഈ കുംഭമേള നഗരിയെ തരംതിരിച്ചിട്ടുള്ളത്. പ്രയാഗരാജ് ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് നമ്മൾ പോവുകയാണെങ്കിൽ കുംഭമേള നഗരിയിലെ 2ാമത്തെ സെക്ടറിലായിരിക്കും നമ്മൾ എത്തിച്ചേരുക. അതുപോലെ ചോക്കി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പോവുകയാണെങ്കിൽ യമുന നദിയുടെ ഭാഗത്തുള്ള അരയിൽ ഘട്ടിൻ്റെ ഭാഗത്തായിരിക്കും നമ്മൾ എത്തിച്ചേരുക. 2ാമത്തെ സെക്ടറിലാണ് മീഡിയ സെൻ്ററൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പ്രയാഗരാജ് ജംഗ്ഷൻ അഥവാ പ്രയാഗരാജ് സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് 1 മുതൽ 10 വരെയുള്ള സെക്ടറുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ 5ാമത്തെ സെക്ടർ മാത്രം ഗംഗയുടെ മറുതീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കുംഭമേള നഗരിയുടെ ഒരു മാപ്പ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഈ മാപ്പിൽ നോക്കിയാൽ നമുക്ക് കറക്റ്റായിട്ട് സെക്ടറുകൾ എങ്ങനെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് മനസ്സിലാകും. ത്രിവേണി സംഗമം 3ാമത്തെ സെക്ടറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അതായത് സംഘം ഘാട്ട് എന്നാണ് ആ പ്രദേശത്തെ വിളിക്കുന്നത്. നമ്മൾ എത്തിച്ചേരുന്ന സെക്ടർ 2 പരേഡ് ഗ്രൗണ്ട് എന്ന ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രയാഗരാജ് സിറ്റിയുടെ ഭാഗത്തായിട്ടാണ് യാത്രക്കാരായ തീർത്ഥാടകർക്ക് താമസിക്കാനുള്ള ടെൻറ്റുകളൊക്കെ സജ്ജീകരിച്ചിരിക്കുന്നത്. ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ടെൻറ്റ് മുതൽ ഒരു ദിവസത്തേക്ക് 100 രൂപ മുതൽ മുകളിലോട്ട് റെൻറ്റുള്ള ടെൻറ്റുകൾ വരെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഒരു കട്ടിൽ, ബെഡ്, തലയണ, ബെഡ്ഷീറ്റ് കൂടാതെ പുതയ്ക്കാനായിട്ട് ഒരു കമ്പിളിയും നമുക്ക് ലഭിക്കുന്നതാണ്. ജൻ ആശ്രയസ്ഥാൻ എന്നാണ് ഈ ടെൻറ്റുകളൊക്കെ അറിയപ്പെടുന്നത്. നമ്മൾ ഹിന്ദിക്കാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ റഹൻ ബസേര എന്നായിരിക്കും ഇവർ പറയുക. സെക്ടർ 1ലാണ് ഇതുപോലത്തെ ടെൻറ്റുകളൊക്കെ കൂടുതലുള്ളതെന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ സെക്ടറുകളിലും ഇതുപോലെ താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്ന സെക്ടർ 3ലേക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. നല്ല തിരക്കായിരിക്കും ഇവിടെ. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്നു ചേരുന്നൊരു സ്ഥലമാണത്. ടെൻറ്റുകളുടെ പുറകുവശത്തായിട്ട് ബാത്റൂം സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ മേള നഗരിയുടെ എല്ലാ ഭാഗത്തും ബാത്റൂം സൗകര്യമൊക്കെ ധാരാളം സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 24 മണിക്കൂറും ക്ലീനിങ് സ്റ്റാഫുകളെയും നിയമിച്ചിട്ടുണ്ട്. ഭക്ഷണ സൗകര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വഴിയിലുടനീളം നമുക്ക് ഫുഡ് സ്റ്റാളുകൾ നിരവധിയുണ്ട്. അതുപോലെ ലോക്കലായിട്ടുള്ള വഴിയോര കച്ചവടങ്ങളും നിരവധിയുണ്ട്. അതുകൂടാതെ നിരവധി സംഘടനകളുടെ സൗജന്യമായിട്ടുള്ള ഭക്ഷണശാലകളും അവിടെയുണ്ട്. പിന്നെ നമ്മൾ ഗംഗയുടെ മറുതീരത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെ ആശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള സൗജന്യ ഭക്ഷണശാലകളുമുണ്ട്. നമ്മളിവിടെ ലോക്കലായിട്ട്
വഴിയരികിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഈ സൗജന്യമായി കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ആശ്രമങ്ങളുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ സംഘടനകളുടെ ഭാഗമായിട്ട് കിട്ടുന്ന ഫുഡാണ് ഏറ്റവും നല്ല വൃത്തിയായിട്ടും അല്ലെങ്കിൽ നമുക്ക് വിശ്വസിച്ചും കഴിക്കാൻ പറ്റുന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗംഗാ നദിയുടെ മറുവശത്തുള്ള 18-19 സെക്ടറുകളിലാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ഭക്ഷണശാലകൾ ഉള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശാസ്ത്രി ബ്രിഡ്ജിൻ്റെ താഴ്വശത്തായിട്ടാണ് സെക്ടർ 18ഉം 19ഉം സ്ഥിതി ചെയ്യുന്നത്. കുംഭമേള നഗരിയിൽ എവിടെ നിന്ന് നോക്കിയാലും ശാസ്ത്രി ബ്രിഡ്ജ് നമുക്ക് കാണാൻ പറ്റും. പ്രയാഗ്രാജിൽ നിന്നും വാരണാസിക്ക് പോകുന്ന ഹൈവേയുടെ ഒരു ഭാഗമാണ് ഈ ശാസ്ത്രി ബ്രിഡ്ജ്. ഈ ശാസ്ത്രി ബ്രിഡ്ജിൻ്റെ അടിയിലൂടെയാണ് നാഗസാധുക്കളായിട്ടുള്ള സന്യാസിമാർ താമസിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള ആശ്രമങ്ങളും അവിടെയുണ്ട്. സെക്ടർ 10ലും 12ലുമാണ് കേരളത്തിൽ നിന്നുള്ള ആശ്രമങ്ങളുള്ളത് എന്നാണ് എൻ്റെ ഒരു അറിവ്. കുംഭമേളയിൽ പോയപ്പോഴുള്ള എൻ്റെ അനുഭവങ്ങൾ വെച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം.